എല്ലാവർക്കും നമസ്കാരം. തൊഴുത്തിൽ കുത്ത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അതുതന്നെയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ നമ്മൾക്ക് മനസ്സിലായത്. പേര് വിവരങ്ങളൊന്നും അവർ പുറത്തു വിട്ടിട്ടില്ല എങ്കിലും ഏകദേശം കാര്യങ്ങളൊക്കെ ജനത്തിന് മനസ്സിലായി. കാരണം ജനങ്ങൾ കാലാകാലങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മാറ്ററുകളായിരുന്നു ഇതൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് എടുത്തു പറയത്തക്കവണ്ണം ഒരു സൂപ്പർ നായിക അവർ പറഞ്ഞു അവർക്ക് യാതൊരു പ്രശ്നങ്ങളും ഈ സിനിമാ മേഖലയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അവർ എല്ലാ വിധത്തിലും ഹാപ്പിയാണ്. എല്ലാവരുമായിട്ടും അവർ സഹകരിക്കും. എല്ലാവരും അവരോടും സഹകരിക്കും. അവരും എല്ലാവരുമായിട്ട് സഹകരിക്കും എന്നാണ് ഈ സൂപ്പർ നായിക പറഞ്ഞിരിക്കുന്നത്. അവർ പറഞ്ഞത് സത്യമാണ്. അതിനെതിരെ ഒത്തിരി ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ അവർ പറഞ്ഞത് സത്യമാണ്. കാരണം ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഈ പരാതികൾ പറയുന്നത് ആരാണ്? ഈ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കോ അല്ലെങ്കിൽ ഇങ്ങനത്തെ മോശമായ രീതിയിൽ നടന്മാരോ പ്രൊഡ്യൂസർമാരോ ഒക്കെ ഇങ്ങനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അതിന് താല്പര്യമില്ലാത്ത വ്യക്തികളാണ് കംപ്ലൈൻറ്റുമായിട്ട് മുന്നോട്ട് പോകുന്നത്. താല്പര്യമുള്ളവരും അതിനോട് സഹകരിക്കുന്നവർക്കും ഒരു പ്രശ്നങ്ങളുമില്ല. അവർക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഈ സിനിമാ മേഖലയിൽ നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ള മൊഴി മാത്രമേ അവർക്ക് കൊടുക്കുവാൻ പറ്റത്തില്ല. കാരണം അവരെന്തിനും തയ്യാറാണ്. അവർക്ക് പ്രശസ്തി മാത്രം മതി, അവർക്ക് പണം മാത്രം മതി, അവസരങ്ങൾ മാത്രം മതി. അതിനുവേണ്ടി അവരെന്തിനും തയ്യാറാണ് എന്നുള്ളതാണ് ഈ നായിക നടി പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിനവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അവർക്ക് ചാൻസുകൾ കിട്ടണമെങ്കിൽ, അവർക്ക് ഇഷ്ടംപോലെ അവസരങ്ങൾ കിട്ടണമെങ്കിൽ അവർക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തേ മതിയാകത്തുള്ളൂ എന്നവർക്കറിയാം. അതുകൊണ്ട് അതിനവർക്ക് യാതൊരു മടിയുമില്ല എന്ന് തന്നെയാണ് ആ സ്ത്രീ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി നടിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്കതിന് താല്പര്യമില്ല. അല്ലാതെയുള്ള അഭിനയിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ കഴിവുകളെ വികസിപ്പിച്ച് കഴിവുകളെ പുറത്ത് കാട്ടിയിട്ടുള്ള അവസരങ്ങളാണ് അവർക്ക് വേണ്ടുന്നത്. ബാക്കി നടിമാർക്ക് അവരാണ് ഇങ്ങനെയുള്ള തിക്താനുഭവങ്ങളെക്കുറിച്ച് കംപ്ലൈൻറ്റുമായിട്ട് മുന്നോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സൂപ്പർ നായിക ഇങ്ങനെ പറയുകയും അവർക്ക് കൈ നിറയെ ചിത്രങ്ങൾ ലഭിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് തന്നെയാണ് ഈ നിർമ്മാതാക്കളും സംവിധായകരും നടന്മാരും ഒക്കെ മുന്നോട്ട് വെക്കുന്ന അജണ്ടയും. അതായത് അവരുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുത്ത് അവരുടെ ഇംഗിതത്തിന് നിൽക്കുവാണെങ്കിൽ മാത്രം അവസരങ്ങളുണ്ട്, അല്ലാത്തവർക്ക് അവസരങ്ങളില്ല. അതാണ് കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുന്ന പല നടിമാരും. അവർക്ക് എത്ര കഴിവുകളുണ്ടായിട്ടും അവർ വീട്ടിൽ കുത്തിയിരിക്കുന്നതിനുള്ള കാരണവും അതുതന്നെയാണ് ഇവന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നതും. അതുകൊണ്ട് ഈ നടിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഈ സൂപ്പർ നായികയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഇനി നമ്മൾക്കറിയാം ഈ സൂപ്പർ നായികയും ഒരു സൂപ്പർ താരവുമുണ്ട്, ഒരു സൂപ്പർ നായികയുമുണ്ട്. ഇവരെ രണ്ടുപേരെയും എടുത്താൽ മറ്റുള്ളവരുടെ മുൻപിൽ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മുൻപിൽ വല്ലാതെ അങ്ങ് അഭിനയിച്ച് തകർക്കുവാണ്. അവർ റിയൽ ലൈഫിലും അഭിനയിക്കും, സിനിമയിലും അഭിനയിക്കും. കാരണം ഇവർക്ക് ഭയങ്കര ക്ലീൻ ഇമേജ്, ഇവരുടെ ചിരിയും ഇവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ കണ്ടാൽ നമ്മൾ വിചാരിക്കും ഇവർ പക്ക ക്ലീനാണ്. എന്നാൽ ബുദ്ധിയുള്ളവർക്ക് ഇവരുടെ ഓരോ ചേഷ്ടകളും ഇവരുടെ ഓരോന്നും കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇവർ രണ്ടുപേരും ഉഡായിപ്പാണ്, പക്ക ഉഡായിപ്പാണ്. കാരണം ഇവർക്ക് മുൻപിൽ ഒരു വ്യക്തി വളരുവാൻ ഇവർ അനുവദിക്കത്തില്ല. അവരെ അപ്പം തന്നെ തച്ചുടയ്ക്കും, അവരെ അപ്പം തന്നെ തകർക്കും. അതാണ് ഈ നായികയായിട്ടുള്ള ഈ സ്ത്രീ ചെയ്തതും അതുതന്നെയാണ്. ഇവരൊരു സംഘടനയിൽ അംഗമായിരുന്നു, ഒരു WCC എന്ന സംഘടനയിൽ അംഗമായിരുന്നു. എന്നാൽ ഇവർക്ക് അതിനകത്തോട്ട് പോയപ്പോഴത്തേക്കും ഇവരുടെ അവസരങ്ങൾ കുറയുമെന്ന് മനസ്സിലായപ്പോൾ ഇവർ വേഗം മറുകണ്ഠം ചാടി. ഇവർ അതിനകത്തുനിന്ന് വിട്ട് വേഗം മറുകണ്ഠം ചാടി. ഇവരുടേതായ സ്പേസ് കണ്ടെത്തി. പിന്നെ അവരങ്ങോട്ട് വളർച്ചകളായിരുന്നു. ബാക്കിയുള്ളവർക്ക് ഒരു ചാൻസും കിട്ടാതിരുന്നപ്പോൾ ഇവർക്ക് വളർച്ചകളായിരുന്നു. അങ്ങനെ കണ്ണിങ് ആയിട്ടുള്ളൊരു സ്ത്രീ, അതായത് കൂടെ നിൽക്കുന്നവരുടെ കാല് വലിച്ച് താഴെയിട്ടും അവസരങ്ങൾ നേടിയെടുക്കുന്ന ഒരു സ്ത്രീ എന്ന് മാത്രമേ ഇതിനെ പറയാനുള്ളൂ. മറ്റുള്ളവരുടെ മുമ്പിൽ, പ്രേക്ഷകരുടെ മുമ്പിൽ ഇവരുടെ അഭിനയങ്ങളൊക്കെ കണ്ടാൽ നമ്മൾ വിചാരിക്കും ഇവർ ഭയങ്കര നല്ല സ്ത്രീയാണെന്ന്. ഒരിക്കലുമല്ല. ഇവർ കണ്ണിങ് ആയിട്ടുള്ളൊരു സ്ത്രീയാണ്. ഇവരുടെ പണ്ടുള്ള ചരിത്രങ്ങൾ തൊട്ടറിയാം. ഇവരെ എല്ലാ മേഖലകളിലും, അതായത് റിയൽ ലൈഫിലും ഇവർ നന്നായിട്ട് തകർത്ത് അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ നായിക സ്ത്രീ. അതുതന്നെയാണ് അവർ കൂട്ടത്തിലുള്ളവരുടെ കുതികാല് വെട്ടുവാനും കാരണമായി തീർന്നിരിക്കുന്നത്. അവർ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും തയ്യാറാണ്. എല്ലാ വിധത്തിലും അവർ അഭിനയിച്ച് തകർക്കും. കൂടെയുള്ള ഒരൊറ്റ ഒരെണ്ണത്തിനെ അവർ സപ്പോർട്ടും ചെയ്യത്തില്ല, അവർ വളരാൻ അനുവദിക്കത്തുമില്ല എന്നുള്ളതാണ് ഈ സ്ത്രീയുടെ പ്രത്യേകത. ഇനി അതുപോലെ തന്നെ അവിടെ ഒരു സൂപ്പർ താരമുണ്ട്. ഭയങ്കര ക്ലീൻ ഇമേജാണ് കീപ്പ് ചെയ്യുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ. പക്ഷേ കളികൾ മുഴുവൻ രഹസ്യമായിട്ടാണ്. ഇയാളുടെ കൂട്ടത്തിൽ ഒരു റോൾ ഉണ്ടെങ്കിൽ ഇയാളുടെ താല്പര്യത്തിനനുസരിച്ച് ഇയാൾ ആ തിരക്കഥയിൽ മാറ്റങ്ങൾ വരുത്തും. ഇയാൾ മാത്രം മുൻപിട്ട് നിൽക്കണം. ഇയാളുടെ തൊട്ട് താഴെ പോലും ഒരു കൂടെ അഭിനയിക്കുന്നവർ വരാൻ പാടില്ല. അങ്ങനെ ഇയാൾ കളിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾക്കറിയാം ഇയാൾ പല വിധത്തിലും പലരെയും ഒതുക്കുകയും പലർക്കെതിരെ പാര പണിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഈ സൂപ്പർ താരത്തിൻ്റെയും ഈ സൂപ്പർ നായികയുടെയും മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർക്കെതിരെ ആരെങ്കിലും തെളിവുകളുമായിട്ടോ അല്ലെങ്കിൽ ഇവർ ഉഡായിപ്പാണെന്നുള്ള എന്തെങ്കിലും സ്റ്റോറികളുമായിട്ട് വരുമോ അല്ലെങ്കിൽ ഇവരുടെ ഫിലിം അത്ര കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുവാണെങ്കിൽ തന്നെ ഇവർ ഉടനെ നിയമപരമായ കാര്യങ്ങളിലേക്കാണ് എടുത്തടിച്ച് പോലെ നീങ്ങുന്നത്. മറ്റാരും ഇത്രയും പെട്ടെന്ന് പോകത്തില്ല. ഇവർ ഭയങ്കര നിയമപരമായ കാര്യങ്ങളിലേക്ക് നീങ്ങും. അങ്ങനെ ഇവർക്കെതിരെ ശബ്ദമുയർത്തുന്നവരുടെ അടപ്പിക്കുവാനും ഇവർ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. അതാണ് ഈ രണ്ട് വ്യക്തികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എത്ര നാൾ ഇതൊക്കെ പോകും? കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ രണ്ടുപേരും ഫീൽഡ് ഔട്ടാകും.
നായകൻ കുറേ നാളും കൂടെ നിൽക്കുമായിരിക്കും, ആയുസ് ഉള്ളിടത്തോളം നാളും പുള്ളി പിടിച്ച് നിൽക്കും. എന്നാൽ ഈ നായക നടിയൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇപ്പം തന്നെ ഏകദേശം പുള്ളിക്കാരത്തിയുടെ ഒരു റേഞ്ചൊക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരത്തിനെയൊക്കെ വലിച്ച് താഴെ ഇട്ടുകൊണ്ടിരിക്കും. അന്നും ഈ സഹപ്രവർത്തകർ, അതായത് നമ്മുടെ ഒരേ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു സഹപ്രവർത്തകരെ അവരോടൊന്ന് കൂട്ടുകൂടാനോ അവരെ ഒന്ന് സഹായിക്കാനോ അല്ലെങ്കിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാനോ ഈ നായക നടിയും തയ്യാറാകാറില്ല. പിന്നെ അപ്പോൾ ഇവർ കുറച്ച് കഴിഞ്ഞ് ഔട്ടായി കഴിയുമ്പോഴായിരിക്കും ഇവരൊക്കെ തിരിച്ചറിയാൻ പോകുന്നത് ഇവരൊക്കെ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, അന്ന് കുറച്ച് മനുഷ്യത്വം കാണിച്ചിരുന്നെങ്കിൽ ഈ സഹപ്രവർത്തകരെങ്കിലും കൂടെ ഉണ്ടാകുമായിരുന്നു എന്ന് ഈ നടിയൊക്കെ തിരിച്ചറിയുന്നത് അപ്പോഴായിരിക്കും. നമ്മൾക്കറിയാം, സിനിമാ മേഖല എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നല്ല ഒരു അന്തരീക്ഷമല്ല. അവിടെ പെൺവാണിഭവുമുണ്ട്, അവിടെ മയക്കുമരുന്ന് കച്ചവടമുണ്ട്, സകല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. ഒരു നല്ല വ്യക്തികൾക്ക് കുടുംബത്തിൽ പിറന്ന ആർക്കുമോ അതിനകത്തൊന്നും വലിയ റോള് കിട്ടാറില്ല. കാരണം ഉഡായിപ്പുള്ളവർക്ക്, മറ്റുള്ളവരെ ചവിട്ടി താഴ്ത്തി കാല് വലിക്കുന്ന ഉഡായിപ്പന്മാർക്കല്ലാതെ വേറെ ആർക്കും ഇതിനകത്ത് ജയിക്കുവാൻ പറ്റത്തില്ല എന്ന് ഇവർ നമ്മൾക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്.